നമസ്കാരം. ഗാസയിൽ ഇസ്രായേൽ സ്കൂളിൽ ബോംബിട്ടു എന്നും സിവിലിയന്മാർ ഉൾപ്പെടെ 100 പേർ കൊല്ലപ്പെട്ടു എന്നതും ഇപ്പോൾ ലോകം മുഴുവൻ ചുറ്റിപ്പറ്റി നടക്കുന്ന വാർത്തയാണ്. ഗാസയിലെ ഇതുവരെ ആക്രമണത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് സ്കൂളിൽ അഭയം തേടിയവർക്കെതിരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ പ്രവർത്തിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഗാസയിൽ നിന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ ആദ്യമേ വെളിപ്പെടുത്തിയിരുന്നത്. ഇപ്പോഴിതാ ഗാസയുടെ ഈ പച്ചക്കള്ളം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിലെ സ്കൂളിൽ കൂട്ടമായി ഇല്ലാതാക്കിയ ഹമാസിന്റെ നേതാക്കളുടെ ചിത്രങ്ങളും പേരുമടക്കം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ്. അതൊരു സ്കൂൾ കെട്ടിടമായിരുന്നു. എന്നാൽ ആ സ്കൂളിനുള്ളിൽ കമാൻഡ് ഹമാസിന്റെ പുതിയ റിക്രൂട്ടിംഗ് കേന്ദ്രവും പരിശീലന കേന്ദ്രവുമായിരുന്നു. ഹമാസിന്റെ നിലവിലെ ഗാസയിലുള്ള ഏറ്റവും വലിയ കമാൻഡ് സെന്റർ ആയിരുന്നു അതെന്നും തെളിവ് നിരത്തിയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ പ്രചരിക്കുന്ന പച്ചനുണകൾ തകർത്തെറിഞ്ഞത്. ഗാസ സിറ്റിയിലെ തബയിൽ സ്കൂളിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് കമാൻഡ് റൂമിന് നേരെ ശനിയാഴ്ച രാവിലെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഈ സ്കൂളിന് മുന്നിലൂടെ തോക്കുധാരികൾ നീങ്ങുന്നത് ഇസ്രായേൽ വീഡിയോയിൽ കണ്ടെത്തിയിരുന്നു. അത് ഇസ്രായേൽ പങ്കുവച്ചിട്ടുമുണ്ട്. സ്കൂളിനകത്തേക്കും പുറത്തേക്കും തോക്കുധാരികൾ കയറിയിറങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ AI ടെക്നോളജി സംവിധാനമാണ് കണ്ടെത്തിയത്. തുടർന്ന് മിന്നൽ വേഗത്തിൽ അവിടേക്ക് കുതിച്ചെത്തി ഇസ്രായേൽ സൈന്യം ബോംബിടുകയായിരുന്നു. ഇസ്രായേലിൽ നടന്ന വ്യോമാക്രമണങ്ങൾക്കെല്ലാം നേതൃത്വവും ലക്ഷ്യസ്ഥാനവും പറഞ്ഞു കൊടുക്കുന്നത് AI ടെക്നോളജിയാണ്. ഏത് കെട്ടിടത്തിന്റെ അകത്ത് തോക്കുകൾ ഉണ്ടെങ്കിലും AI ടെക്നോളജി അത് കണ്ടെത്തും. തോക്കുകളുമായി ഏതൊക്കെ സ്ഥലത്ത് ഭീകരരുണ്ടെങ്കിലും അതെല്ലാം AI കണ്ടെത്തും. ഡ്രോണുകളിൽ നിന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. AI ഉപയോഗിച്ചതിനാൽ മാത്രമാണ് ഹമാസ് ഭീകരരെ തിരഞ്ഞു പിടിക്കാൻ സാധിച്ചതും സിവിലിയന്മാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചതുമെന്നും ഇസ്രായേൽ പറയുന്നു. AI ഉപയോഗിച്ചതിനാൽ അനേകം സിവിലിയന്മാർ വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനാലാണ് ഇസ്രായേൽ തുടരെ മുന്നറിയിപ്പ് നൽകുന്നത്, ആരും തോക്ക് കൈവശം വെക്കുകയോ തോക്ക് സൂക്ഷിക്കുകയോ ചെയ്യരുത് എന്ന്. അങ്ങനെ തോക്ക് കൈവശം സൂക്ഷിക്കുന്ന ആരാണെങ്കിലും ഏത് കെട്ടിടത്തിന്റെ ഉള്ളിലാണെങ്കിലും AI ടെക്നോളജി അത് കണ്ടെത്തും. അവിടെ ബോംബ് വീഴുകയും ചെയ്യുമെന്ന് ഇസ്രായേൽ പറയുന്നു. ചുരുക്കത്തിൽ ഓരോ ബോംബിങ്ങിനും പിന്നിൽ AI ടെക്നോളജി ഉണ്ട് എന്നതാണ് വാസ്തവം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.